സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സിയുടെ സമദൂരം തുടരുന്നു. ഭാഗം 30. ഒരു ദിവസം ബലിക്കളം സുരേന്ദ്രനും ഭാര്യയും കൂടി മാത്തൂര് വന്നു. ജാതകം ഒത്തു നോക്കിയിട്ട് നല്ല ചേർച്ചയാണ്. കല്യാണ നിശ്ചയത്തിനും വിവാഹത്തിനും ഓരോ മുഹൂർത്തം നിശ്ചയിച്ച് ഒരുക്കങ്ങൾ നടത്തുകയേ ഇനി വേണ്ടു. വിവാഹം പ്രമാണിച്ച് രഘുവരൻ തൻ്റെ തറവാടുകെട്ട് ഒന്ന് പുതുക്കി പണിതു. നീണ്ട വരാന്തയുടെയും മുറികളുടെയും തറ കുത്തിപ്പൊളിച്ച് ടൈൽസ് പാകി. ചെറിയ കുടുസുമുറികളുടെ ഇടഭിത്തി പൊളിച്ചു മാറ്റി വലിയ മുറികളാക്കി. അടുക്കളയും ഊണുമുറിയും നവീകരിച്ചു. ഓട് പൊളിച്ചു മാറ്റി. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച പട്ടികകളും കഴുക്കോലുകളും മാറ്റി പുതുതായി മേഞ്ഞു. മച്ചിനടിയിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുള്ള അലങ്കാരപ്പണികളോടെ പ്ലൈവുഡ് കൊണ്ടൊരു സീലിംഗ് തറച്ചു. വീട് പുതുതായി പെയിൻറ് ചെയ്തു. ജീപ്പ് വിറ്റിട്ട് പകരം മഹീന്ദ്ര ബൊലീറോ വാങ്ങി. കാറുകളോട് രഘുവരന് താല്പര്യം പോരാ. ഇതിനിടയിൽ ജലജയും രഘുവരനും തമ്മിലുള്ള വിവാഹ നിശ്ചയം ബലിക്കള സുരേന്ദ്രൻ്റെ വസതിയിൽ വെച്ച് നടന്നു. തൻ്റെ വീട്ടിൽ വെച്ച് തന്നെ വിവാഹവും നടത്തണമെന്ന് സുരേന്ദ്രന് നിർബന്ധമുണ്ടായിരുന്നു. ഏക മകളാണ് ജലജ. വധൂഗൃഹത്തിൽ വെച്ച് വിവാഹം നടത്തുന്നതിൽ മാത്തൂരുകാർക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം വന്ന ഒരു തിങ്കളാഴ്ച ദിവസം രാവിലെ 10-നും 10:30-ക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ജലജയും രഘുവരനും തമ്മിലുള്ള വിവാഹം നടന്നു. ആലത്തൂരിൽ നടന്നതിൽ വെച്ച് ഏറ്റവും മോടിയിലുള്ള വിവാഹമായിരുന്നു അതെന്ന് ആളുകൾ അതിശയത്തോടെ തമ്മിൽ പറഞ്ഞു. 4 നില പന്തലിൻ്റെ അലങ്കാരപ്പണികൾക്കും വിവാഹമണ്ഡപത്തിൻ്റെ ആഡംബരത്തിനും വേണ്ടി മാത്രം സുരേന്ദ്രൻ ലക്ഷങ്ങൾ വാരിക്കോരി ചെലവഴിച്ചു. ജലജ രഘുവരൻ്റെ ഭാര്യയായി വലതുകാൽ വെച്ച് മാത്തൂർ തറവാട്ടിൽ പ്രവേശിച്ചു. കൊല്ലങ്കോട് അസംബ്ലി മണ്ഡലത്തിലേക്കുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബലിക്കളം സുരേന്ദ്രനും ഉണ്ട്. ദീർഘകാലമായി നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് സുരേന്ദ്രൻ. പാർട്ടി ടിക്കറ്റിന് വേണ്ടി അയാൾ പല ചരടുവലികളും നടത്തി. തിരുമറികൾക്കിടയിൽ ഒടുക്കം അയാൾക്ക് തന്നെ നറുക്കു വീണു. അണിയറ നാടകത്തിനൊടുവിൽ അയാളുടെ ബാങ്ക് ബാലൻസിൽ നിന്നും 15 ലക്ഷം രൂപ നാനാ വഴിക്ക് ചിതറിപ്പോയി. സിറ്റിംഗ് MLA അകാല നിര്യാണത്തെ തുടർന്നാണ് കൊല്ലങ്കോട്ട് നിയോജക മണ്ഡലത്തിൽ ഒഴിവു വന്നതും ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്നതും. ജയിച്ചു കിട്ടിയാൽ 2.5 വർഷക്കാലം അസംബ്ലിയിൽ പോയി ഇരിക്കാം. നഷ്ടക്കച്ചവടമാണെന്ന് സുരേന്ദ്രന് അറിയായികയല്ല. പക്ഷേ MLA ആകണമെന്നും പിന്നീട് മന്ത്രിയാകണമെന്നും ഒക്കെ വളരെ കാലമായി മനസ്സിലിട്ട് ആലോചിച്ചു പോരുന്ന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. ഇക്കുറി കുറേയധികം നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും MLA സ്ഥാനം കിട്ടിയാൽ സിറ്റിംഗ് MLA എന്ന നിലയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റ് ഉറപ്പാണ്. കേരളത്തിലെ രാഷ്ട്രീയ മലക്കം മറിച്ചിലുകൾ ആരെ വേണമെങ്കിലും പിടിച്ച് മന്ത്രി കസേരയിൽ കയറ്റിയിരുത്തുമെന്നും അതുപോലെ തന്നെ വലിച്ചു താഴെയിടുമെന്ന് സുരേന്ദ്രനറിയാം. പണമാണ് അടിസ്ഥാന യോഗ്യത. ഇപ്പോൾ നഷ്ടപ്പെടുന്ന ലക്ഷങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോടികളുടെ ലാഭമാക്കി മാറ്റാൻ കഴിയുമെന്നും അയാൾക്ക് വിശ്വാസമുണ്ട്. വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. സ്വതന്ത്രരുൾപ്പെടെ 8 സ്ഥാനാർത്ഥികൾ. ഗ്രൂപ്പ് കളിയുടെ ഭാഗമായ കാലുവാരലും കുതിവാൽവെട്ടലും പൂഴിക്കടകനുമെല്ലാം ആഘോഷം പോലെ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിച്ചു. വോട്ടെടുപ്പിൻ്റെ ദിവസമായി. ബൂത്ത് പിടുത്തവും കത്തിക്കുത്ത്, തീവയ്പ്, കള്ളവോട്ട് എന്നീ കലാപരിപാടികളോടെ ജനം അത് കൊണ്ടാടി. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 473 വോട്ടിൻ്റെ നേരിയ വ്യത്യാസത്തിൽ ബലിക്കള സുരേന്ദ്രൻ തോറ്റു. രഘുവരൻ്റെ കല്യാണം നടന്നതു മുതൽ മാത്തൂർ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങിയിരുന്നു. പഴയ തറവാടുകെട്ട് പുതുക്കി പണിതുവെങ്കിലും അവിടെ താമസിക്കാൻ ജലജ ഇഷ്ടപ്പെട്ടില്ല. അതൊരു കൂട്ടുകുടുംബം പോലെയാണെന്നും അവിടെ പ്രൈവസി തീരെയില്ലെന്നും അവൾ കൂടെ രഘുവരനോട് പരാതിപ്പെട്ടു. ഒരു പുതിയ വീട് വെച്ച് മാറി താമസിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അത് കൊല്ലങ്കോട്ട് ടൗണിനടുത്തായാൽ അത്രയും നന്ന്. അവളുടെ നിർബന്ധം സഹിക്കവയ്യാതെ രഘുവരൻ കൊല്ലങ്കോട് ടൗണിനടുത്ത് തന്നെ 20 സെൻറ്റ് സ്ഥലം വാങ്ങി. അതിനുവേണ്ടി കാച്ചാങ്കുറിശ്ശിയിലുണ്ടായിരുന്ന 2 മുറി പീടികകൾ വിറ്റു. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് പണിയും ആരംഭിച്ചു. തറവാട്ടിൽ വേണ്ടത്ര താമസ സൗകര്യമുള്ളപ്പോൾ രഘുവരൻ പുതിയ വീട് പണിതത് ബുദ്ധിമോശമാണെന്ന് ചന്ദ്രബാബുവും ശ്രീനിവാസനും അവരെ ഉപദേശിച്ചു. രഘുവരനും ജലജിയും അത് അവഗണിച്ചു. വീട് പണി പുരോഗമിച്ചുകൊണ്ടിരുന്നു. 2 കൊല്ലമായി കേസ് നടക്കുകയാണ്. ദിനേശൻ്റെ കാര്യത്തിൽ വക്കീലിന് പോലും തെല്ലും പ്രതീക്ഷയില്ല. തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം ദിനേശനെതിരായിരുന്നു. പ്രത്യേകിച്ചും ദൃക്സാക്ഷികൾ. രഘുവരൻ്റെ മൊഴി കേസിലെ നിർണായക ഘടകമായി മാറി. ദിനേശൻ കല്യാണിയെ മാനഭംഗപ്പെടുത്തിയെന്നും അത് തടയാൻ ചെന്ന ബലിക്കളം മണിയെ ഞെവരിക്കഷ്ണം കൊണ്ട് ദിനേശൻ അടിച്ചു കൊല്ലുന്നത് താൻ കണ്ടുവെന്നും രഘുവരൻ കോടതിയിൽ മൊഴി നൽകി. ജാനകിയമ്മയുടെ മരണത്തോടെ തകിടം മറിക്കപ്പെട്ട കേസ് ദിനേശന് അനുകൂലമാക്കിയെടുക്കാൻ ഗോപിനാഥൻ നടത്തിയ
ഭഗീരഥ പ്രയത്നങ്ങളെല്ലാം വിഫലമായി. വക്കീൽ ഫീസ് കൃത്യമായി കൊടുക്കാനില്ലാത്തതുകൊണ്ട് കേസ് നടത്താൻ വക്കീലിന് പോലും ഉത്സാഹമില്ലാത്ത അവസ്ഥ. ഗോപിനാഥനും കൗസല്യയും മാത്തൂര് ചെന്ന് രഘുവരൻ്റെയും ശ്രീനിവാസൻ്റെയും ചന്ദ്രബാബുവിനെയും കാലു പിടിച്ച് കരഞ്ഞപേക്ഷിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ബലിക്കളം സുരേന്ദ്രൻ്റെ മകളെ രഘുവരൻ വിവാഹം കഴിക്കുക കൂടി ചെയ്തതോടെ ഇനി മാത്തൂരിൽ നിന്നും കാരുണ്യവും ദയയും പ്രതീക്ഷിക്കേണ്ടെന്ന് ഗോപിനാഥനും മനസ്സിലായി. അയാളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ജാനകിയമ്മ ജീവിച്ചിരുന്നപ്പോൾ നടപ്പിലാക്കാൻ തുനിഞ്ഞ കേസിൻ്റെ പുനരന്വേഷണ പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെട്ടു. കേസിൻ്റെ നടത്തിപ്പ് ചെലവുകൾക്കായി ഗോപിനാഥന് തൻ്റെ കിടപ്പാടം കൂടി പണയപ്പെടുത്തേണ്ടി വന്നു. കേസ് വിചാരണ അവസാനിച്ചു. ഒടുവിൽ കേസിൻ്റെ വിധി പറയേണ്ട ദിവസം എത്തി. ഗോപിനാഥൻ്റെ വീട്ടിൽ നിന്ന് അയാൾ മാത്രമേ കോടതിയിൽ പോയുള്ളൂ. വിധി കേൾക്കാൻ പോകാൻ കൗസല്യ ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും കേസ് വിധിയെക്കുറിച്ച് ഏകദേശ ഒരു ഊഹമുണ്ടായിരുന്ന ഗോപിനാഥൻ സമ്മതിച്ചില്ല. പ്രതി കുറ്റക്കാരനാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വിധിവായനയ്ക്കിടയിൽ കോടതി ഊന്നി പറഞ്ഞു. താൻ സഹോദരിയെപ്പോലെ കരുതുന്ന പെൺകുട്ടിയെ മറ്റൊരാൾ മാനഭംഗപ്പെടുത്തുന്നത് കണ്ട് പെട്ടെന്നുണ്ടായ മനക്ഷോഭത്തിൽ കൊലപാതകം ചെയ്തു പോയതാണെന്ന പ്രതിയുടെ വാദം നിലനിൽക്കത്തക്കതല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നതിനാൽ നിരപരാധിയുമല്ല. പ്രതിക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ തെളിവ് പ്രതിയുടെ അടുത്ത ബന്ധുവും സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയുമായ ഒന്നാം സാക്ഷി നൽകിയിരുന്ന മൊഴി. പ്രതിയുടെ ബന്ധു പ്രതിക്കെതിരെ മൊഴി നൽകിയത് തന്നെ മാപ്പർഹിക്കാത്ത വിധം തെറ്റ് ചെയ്തിരിക്കുന്നു എന്നതിന് പരോക്ഷമായൊരു ഉദാഹരണമാണ്. പ്രതിയും ഒന്നാം സാക്ഷിയും തമ്മിലുള്ള പൂർവ്വവൈരാഗ്യം ഉണ്ടായിരുന്നതായി ഒരു തെളിവ് ഹാജരാക്കപ്പെട്ടിട്ടില്ല. ആത്മരക്ഷാർത്ഥമാണ് പ്രതി കൊല നടത്തിയതെന്നുള്ള വാദം തീർത്തും ദുർബലമാണ്. മനുഷ്യത്വഹീനമായ വിധത്തിൽ ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തുകയും അത് തടയാൻ ശ്രമിച്ച ബലിക്കളമണിയെ നിഷ്ഠൂരമായ രീതിയിൽ കൊല ചെയ്യുകയും ചെയ്ത പ്രതി ഒട്ടും തന്നെ മാപ്പ് അർഹിക്കുന്നില്ല. മാനഭംഗം സംഭവിച്ച പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുവഴി പ്രതി പരോക്ഷമായി മറ്റൊരു കൊലപാതകം കൂടി നടത്തിയിരിക്കുകയാണ്. ആയതിനാൽ ഈ കോടതി പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. കോർട്ട് ഹാളിൽ നിന്ന ഗോപിനാഥൻ നടുക്കത്തോടെ കോടതിയെ നോക്കി. പ്രതിക്കൂട്ടിൽ നിന്ന ദിനേശിനെയും നോക്കി. ഗോപിനാഥൻ തളർന്ന് ചുമരിലേക്ക് ചാരി. പേജുകളോളം നീണ്ടുപോയ വിധിവായനയ്ക്ക് ശേഷം കോടതി ദിനേശൻ്റെ നേർക്ക് തിരിഞ്ഞ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും പറയാനില്ല, അവൻ ശാന്തമായി പറഞ്ഞു. വിധിവായന കഴിഞ്ഞതോടെ ഇന്ന് കോടതി പിരിഞ്ഞതായി അറിയിപ്പുണ്ടായി. പോലീസ് ദിനേശനെ കൈവിലങ്ങുകളോടെ കോർട്ട് ഹാളിന് പുറത്തേക്ക് കൊണ്ടുവന്നു. നീളൻ വരാന്തയിലെ ഒരു സിമൻറ്റ് തൂണിൽ ചാരി ഗോപിനാഥൻ നിൽപ്പുണ്ടായിരുന്നു. കടന്നു പോകുമ്പോൾ ദിനേശൻ അച്ഛനെ ഒരു നോക്ക് കണ്ടു. അച്ഛൻ്റെ മുഖത്ത് നോട്ടം ഒരു നിമിഷം തങ്ങി. അവൻ തലകുനിച്ച് പോലീസുകാരുടെ അകമ്പടിയോടെ നടന്നുപോയി. ഗോപിനാഥൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞ കാഴ്ച മങ്ങി. 24 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിലാണ് രഘുവരൻ്റെ വീട് പണി തുടങ്ങിയത്. 2 നിലയുടെയും മേൽത്തട്ട് വാർത്ത് കഴിഞ്ഞപ്പോഴേക്കും എസ്റ്റിമേറ്റ് തുക കവിഞ്ഞു. വീടിൻ്റെ അടിത്തറയ്ക്ക് ചതുരത്തിൽ കൊത്തിയെടുത്ത കരിങ്കല്ലാണ് ഉപയോഗിച്ചത്. കാർപോർച്ചും അതിൻ്റെ ഭിത്തികളും കൊത്തിയ കരിങ്കൊല്ലുകൊണ്ട് തന്നെ പണിതു. ജനലുകളും കട്ടിളകളും പണിത തേക്ക് തടികൾക്ക് തന്നെ ലക്ഷക്കണക്കിന് രൂപയായി. രഘുവരൻ ശ്രീനിവാസനോട് പണം കടം ചോദിച്ചു. എൻ്റെ കയ്യിലില്ല. നിന്നോട് ആര് പറഞ്ഞു വലിയ മാളിക വയ്ക്കാൻ? തറവാടുകെട്ട് പുതുക്കി പണിഞ്ഞതിന് തന്നെ 7 ലക്ഷം രൂപയായി. അതിൻ്റെ പണം മുഴുവൻ ഞാനും ബാബുവും കൂടിയാണ് മുടക്കിയത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ ഇവിടെ. പിന്നെ എന്തിനു നീ വേറെ വീട് പണിയാൻ പോയി? നിങ്ങൾക്ക് 2 പേർക്ക് കഴിയാനുള്ള വീടിന് എത്ര വലിപ്പം വേണം? 3-4 മക്കളുണ്ടെങ്കിൽ വേണ്ടില്ല. മക്കളൊക്കെ പിന്നീടല്ലേ ശ്രീനിയേട്ട ഉണ്ടാവുന്നേ? വീട് ഒരിക്കലല്ലേ പണിയാൻ പറ്റൂ? രഘുവരൻ തർക്കിച്ചു. വീടും പിന്നീട് പണിതാൽ മതിയെന്നായിരുന്നല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പം താമസിക്കാൻ നിനക്ക് ആവശ്യത്തിലേറെ സൗകര്യമുണ്ടായിരുന്നു. എടാ, മനുഷ്യന് അഹങ്കാരം പാടില്ല. പെൺചൊല്ലി കേൾക്കുന്നവൻ പെരുവഴിയാധാരമെന്ന പഴമൊഴി. ജലജയുടെ നിർബന്ധത്തിനല്ലേ നീ മാളിക കെട്ടാൻ പോയത്? ശ്രീനിയേട്ടൻ എനിക്ക് പണം തരുമോ ഇല്ലയോ എന്നറിഞ്ഞാൽ മതി. അതല്ലേ ആദ്യമേ പറഞ്ഞത്. എൻ്റെ കയ്യിലില്ല പണം. ഉണ്ടെങ്കിലും ആ വീട് പണിക്ക് വേണ്ടി ഞാൻ തരികയുമില്ല. 2 പേർക്ക് പാർക്കാൻ 4500 സ്ക്വയർ ഫീറ്റ്. നീ ആരാണെന്നാ നിൻ്റെ വിചാരം? നീ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നുണ്ടോ? ബിസിനസ് ഉണ്ടോ നിനക്ക്? 5-6 പീടിക മുറി ഉള്ളതല്ലേ നിൻ്റെ സ്ഥിര വരുമാനം? അതിൽ തന്നെ 2 എണ്ണം വിറ്റുപോയില്ലേ? ശ്രീനിയേട്ടൻ എന്നെ അങ്ങനെ കുറച്ച് കാണുകയൊന്നും വേണ്ട. ഇപ്പം നിൽക്കുന്ന നിൽപ്പിൽ വില പറഞ്ഞ് വിറ്റാലും 2.5 കോടിയുടെ ആസ്തിയുണ്ട് എനിക്ക്. എന്നാൽ പിന്നെ അതിൽ നിന്നൊരു കഷ്ണം മുറിച്ച് വിറ്റാൽ പോരെ? എന്തിനാ കോടീശ്വരൻ മറ്റുള്ളവരുടെ അരികെ ചെന്ന് തെണ്ടുന്നത്? ഈ ഉപദേശത്തിന് ഞാൻ അങ്ങോട്ട് ഫീസ് വല്ലതും തരേണ്ടി വരുമോ? ഇല്ലെങ്കിൽ വലിയ ഉപകാരം, പരിഹാസസ്വരത്തിൽ പറഞ്ഞിട്ട് രഘുവരൻ പോയി. അവൻ പിന്നെ ചന്ദ്രബാബുവിനെ സമീപിച്ച് പണം കടം ചോദിച്ചു.
പണം തരാം, ഗ്യാരണ്ടി വേണം. കാശിൻ്റെ കാര്യത്തിൽ ജ്യേഷ്ഠനും അനുജനും അച്ഛനും മകനും എന്ന ബന്ധമൊന്നുമില്ല. ഈടുണ്ടെങ്കിൽ പൈസ തരാം. എന്താ ഞാൻ ഈട് തരേണ്ടത്? നിനക്ക് തറവാട് കെട്ടുണ്ട് വേണ്ടല്ലോ, അത് ഈട് വെച്ചോ. വേണ്ടെന്ന് ആര് പറഞ്ഞു? പിന്നെ എന്തുകൊണ്ടാണ് നീ താമസം മാറ്റുന്നേ? അതിനോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ? ഒരു പുതിയ വീട്ടിൽ താമസിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. തറവാട്ടിൽ ബാബുവേട്ടൻ ഒന്ന് താമസിച്ച് നോക്ക്, അപ്പോൾ അറിയാം വിവരം. അവിടെ എന്താ കുഴപ്പം? പുതുക്കി പണിതിട്ടൊന്നും ഒരു കാര്യവുമില്ല ബാബുവേട്ടാ. അതിനകത്ത് നെഗറ്റീവ് എനർജിയാ. നെഗറ്റീവ് എനർജിയോ? അത് നിനക്ക് മാത്രം. ഞങ്ങളൊക്കെ തറവാട്ട് കെട്ടി ഭിത്തി തിരിച്ചു കെട്ടിയെന്നൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. ബാബുവേട്ടന് അറിയാഞ്ഞിട്ടാ. ജലജയ്ക്ക് തലവേദന ഒഴിഞ്ഞ നേരമില്ല. സന്ധ്യയാകുമ്പോൾ തുടങ്ങും ശ്വാസം മുട്ടൽ. അവളുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ 2-3 ദിവസം താമസിച്ചു നോക്കി. ഒരു കുഴപ്പവുമില്ല. ഹോട്ടലിൽ താമസിച്ചപ്പോഴും പ്രശ്നമില്ല. തറവാട്ടിലോട്ട് കയറുമ്പോൾ തുടങ്ങും മനസ്സിലൊരു കലക്കം, ഒരസ്വസ്ഥത. ജലജയുടെ തോന്നലും മനസ്സിലാക്കാം. കാരണം എങ്ങനെയെങ്കിലും എന്തെങ്കിലും അടവോ അഭ്യാസമോ കാണിച്ചല്ലാതെ അവൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് താമസം മാറാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞ നെഗറ്റീവ് എനർജിയുടെ സോഴ്സ് എനിക്ക് മനസ്സിലായി. നിനക്കും അത് ഫീൽ ചെയ്ത് തുടങ്ങിയോന്നാണ് എൻ്റെ ചോദ്യം. ജലജ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. തറവാടിൻ്റെ തൊട്ടുപുറകിലെ അച്ഛനെയും അമ്മയും ദഹിപ്പിച്ചത് രണ്ടും ദുർഭരണം. ഞാൻ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ജലജയ്ക്ക് പേടിയാ തറവാട്ടുകെട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ. അത് ശരി, നേരത്തെ പറഞ്ഞ് പ്രൈവസി ഇല്ലാഞ്ഞിട്ടാണ്. ഇപ്പോൾ പ്രൈവസി കൂടിപ്പോയെന്ന് പറയുന്നു. ഏതാ ശരി? രഘുവരന് ഉത്തരം മുട്ടി. രഘു വീട്ടിലില്ലാത്തപ്പോൾ ജലജയ്ക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കാം, ഗീതാമണി പറഞ്ഞു. അല്ലെങ്കിൽ കൃഷ്ണേടത്തിയുടെ അവിടെ പോയിരിക്കാം. പക്ഷേ ജലജ പോവില്ല. ഇവിടെ കയറി വരുന്നതും ഞങ്ങളോട് മിണ്ടുന്നതുമെല്ലാം ഒരുമാതിരി കുറച്ചിൽ പോലെയാ. എല്ലാവർക്കും എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇണങ്ങാൻ പറ്റില്ലല്ലോ, രഘുവരൻ പറഞ്ഞു. എനിക്ക് കുറച്ച് പണം വേണം. തറവാട് കെട്ട് വേണമെങ്കിൽ ഈടായിട്ട് തരാം. വേണമെങ്കിലല്ല, എഗ്രിമെൻ്റ് രജിസ്റ്റർ ചെയ്ത് തരണം. കാലാവധിയും വെക്കണം. വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ തറവാട് കെട്ട് എൻ്റെ പേരിലേക്ക് വരും. നീ കൃത്യമായിട്ട് പണം തിരിച്ചു തന്നാൽ ഒരു കുഴപ്പവുമില്ല. എന്താ? ചന്ദ്രബാബു ചോദിച്ചു. രഘുവരൻ സംശയത്തിൽ അല്പനേരം ഇരുന്നു. പിന്നെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഞാൻ ജലജയോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറയാം. രഘുവരൻ ജലജയുമായി കൂടി ആലോചിച്ചു. തറവാട് ഈട് കൊടുക്കാമെന്ന് ജലജ സമ്മതിച്ചു. പക്ഷെ 10 ലക്ഷം രൂപയെങ്കിലും കിട്ടണം. എന്നാൽ 5 ലക്ഷത്തിൽ കൂടുതൽ കൊടുക്കാൻ ചന്ദ്രബാബു തയ്യാറായില്ല. അതൊന്നൊരു അനീതിയാ ബാബുവേട്ടാ. തറവാട് കെട്ട് പുതുക്കി പണിയാൻ തന്നെ 7 ലക്ഷമായി. അത് ഈട് വയ്ക്കുമ്പോൾ അതിലും കുറയുമോ? ആ പ്രോപ്പർട്ടിക്ക് ഒരു വിലയുമില്ലേ? രഘുവരൻ അമർഷത്തോടെ ചോദിച്ചു. നീ വല്ല ബാങ്കിലും കൊണ്ടുപോയി ഈട് വെച്ചിട്ട് കൂടുതൽ കിട്ടുമെങ്കിൽ വാങ്ങിച്ചോ. എനിക്ക് അത്രയേ തരാൻ പറ്റൂ. ബാങ്കിൽ ഈട് വയ്ക്കാൻ പോയാൽ അത്ര പോലും കിട്ടില്ലെന്ന് രഘുവരൻ അറിയാമായിരുന്നു. അല്ലെങ്കിൽ വിൽക്കണം. പക്ഷേ ശ്രീനിവാസൻ്റെയും ചന്ദ്രബാബുവിൻ്റെയും വീടുകൾ അടുപ്പുകല്ല് പോലെ തറവാട് കെട്ടിനോട് ചേർന്നിരിക്കുന്നതിനാൽ പുറമേ നിന്നുള്ള ആർക്കും വാങ്ങാൻ താല്പര്യമുണ്ടാവില്ല. 3 വീടുകൾക്കും കൂടി ഒരേ ഒരു മുറ്റമേ ഉള്ളൂ എന്നതും പോരായ്മയാണ്. അല്ലെങ്കിൽ തറവാട് കെട്ടിന് പിന്നിലെ ഗേറ്റ് പുതുക്കി പണിത് അവിടെ മുൻവശമാക്കിയെടുക്കണം. വീടിൻ്റെ പിൻഭാഗം മുൻഭാഗമാക്കണമെങ്കിൽ വീണ്ടും പൊളിച്ചു പണിയേണ്ടി വരും. വല്ലാത്തൊരു വൈതരണിയിലായിപ്പോയി രഘുവരൻ. ഭാഗം വയ്ക്കുന്ന കാലത്ത് ഇങ്ങനത്തെ നൂലാമാലകളെക്കുറിച്ച് ആലോചിച്ചിരുന്നു പോലുമില്ല. വീണ്ടും ജലജയുമായി കൂടി ആലോചിച്ച ശേഷം രഘുവരൻ 7 ലക്ഷം ആവശ്യപ്പെട്ട് ചന്ദ്രബാബുവിനെ സമീപിച്ചു. പക്ഷേ ചന്ദ്രബാബു 5 ലക്ഷത്തിൽ മുറുകെ പിടിച്ചു നിന്നു. അത് വാങ്ങുകയല്ലാതെ രഘുവരന് വേറെ നിവൃത്തിയൊന്നുമില്ലായിരുന്നു. 39 ജനലുകളുടെയും 27 വാതിലുകളുടെയും ചട്ടവും ചില്ലും പലകയും കൊത്തുപണികളോടെ തീർക്കുമ്പോഴേക്കും ആ 5 ലക്ഷവും തീർന്നുപോയി. രഘുവരൻ്റെ വീടിന് ആവശ്യമുള്ള ഗ്രാനൈറ്റും മാർബിളും രാജസ്ഥാനിൽ നിന്ന് എത്തിച്ചു കൊടുത്തുകൊണ്ട് ബലിക്കളം സുരേന്ദ്രൻ തൻ്റെ കടമ നിർവഹിച്ചു. അതിനാൽ കൂടുതലൊന്നും ഭാര്യാപിതാവിനോട് ചോദിക്കാൻ രഘുവരന് നിവൃത്തിയില്ലായിരുന്നു. ചന്ദ്രബാബു 5 ലക്ഷം രൂപ രഘുവരന് കൊടുത്തത് ശ്രീനിവാസനെ അമ്പരപ്പിച്ചിരുന്നു. അയാൾ അനുജനെ ചോദ്യം ചെയ്തു. നിനക്ക് എവിടെ നിന്ന് കിട്ടി 5 ലക്ഷം രൂപ? എനിക്ക് വേറൊരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വിഡ്രോ ചെയ്തതാ. അങ്ങനെയൊരു അക്കൗണ്ടിൻ്റെ കാര്യം നീ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല, പറയേണ്ട ആവശ്യം വന്നില്ല. നിൻ്റെ അക്കൗണ്ടിൽ അത്രയും പണമുണ്ടായിട്ടാണോ നമ്മൾ കൊള്ളപ്പലിശയ്ക്ക് പണം കടം വാങ്ങിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു സ്വകാര്യ മതി. നിൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിൽ ഇത്ര പണമുണ്ടെന്നും അതെങ്ങനെ ഉണ്ടായെന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ഈ റൈസ് മില്ലല്ലാതെ വേറൊരു ബിസിനസ്സും ഞാനോ നീയോ നടത്തിയിട്ടില്ല. എനിക്കും നിനക്കും പ്രത്യേകിച്ച് വരുമാനം കിട്ടുന്ന ആസ്തികളൊന്നും ഉണ്ടായിരുന്നുമില്ല. അമ്മയുടെ കയ്യിൽ നിന്ന് റൈസ് മില്ല് കിട്ടിയ ശേഷം നമ്മൾ ഒന്നിച്ച എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത്. പക്ഷേ എൻ്റെ അക്കൗണ്ടിലും ബാലൻസ് ഇല്ല, അതിനുള്ള സോഴ്സുമില്ല. എന്നാൽ നിനക്ക് മാത്രം പണമുണ്ടായി. സാധാരണ എല്ലാവരും പറയുന്ന പോലെ
ഒരു കാരണം നിനക്കും പറയാനുണ്ടായിരിക്കും, നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയതാണെന്ന്. അതെ, കൊള്ളാം, വളരെ നല്ലത്. ശ്രീനിവാസിന് തോന്നിയ സംശയം അസ്ഥാനത്തായിരുന്നില്ലെന്ന് പിന്നീട് നടത്തിയ അന്വേഷണങ്ങൾ തെളിയിച്ചു. നെല്ലെടുപ്പ് സൊസൈറ്റികളിൽ നിന്നും ഏജൻസികളിൽ നിന്നും നെല്ല് വിലക്കെടുക്കുന്ന ചുമതല ചന്ദ്രബാബുവിനായിരുന്നു. അവൻ നേരിട്ടാണ് കച്ചവടം നടത്തിയിരുന്നത്. കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ 10,000-കണക്കിന് കിൻഡൽ നെല്ല് വിലക്കെടുത്തിട്ടുണ്ട്. നെല്ലിൻ്റെ യഥാർത്ഥ വിലയിൽ നിന്നും കിലോഗ്രാമിന് 50 പൈസയോ 1 രൂപയോ കൂട്ടിവെച്ച് കണക്കെഴുതിയ ശേഷം ആ തുക ദല്ലാളന്മാരും ചന്ദ്രബാബുവും ചേർന്ന് പങ്കിട്ടെടുക്കുകയായിരുന്നുവെന്ന് ശ്രീനിവാസനും മനസ്സിലായി. ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ ചോർന്നു പോയിട്ടുണ്ടാവണം. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ തെളിവൊന്നുമില്ല. അങ്ങേയറ്റം ആസൂത്രിതമായിട്ടായിരുന്നു ചന്ദ്രബാബു ഇടപെടലുകൾ നടത്തിയിരുന്നത്. ശ്രീനിവാസൻ വഴക്കിനൊന്നും പോയില്ല. റൈസ് മില്ലിൻ്റെ നടത്തിപ്പിൽ കാണിച്ചു പോന്ന ഉത്സാഹം തെല്ലു കുറച്ചു. കടം വാങ്ങിയും ഓവർ ഡ്രാഫ്റ്റ് എടുത്തും ബിസിനസ് നടത്തുന്ന ഏർപ്പാട് നിർത്തി. നെല്ലെടുക്കാൻ പൈസയില്ലാത്തപ്പോൾ റൈസ് മില്ല് പ്രവർത്തിച്ചില്ല. പലപ്പോഴും ചന്ദ്രബാബുവിന് തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വന്നു. 1 വർഷം കൂടി അവർ വലിയ നഷ്ടം സഹിച്ച് റൈസ് മില്ല് ഉന്തിത്തള്ളിക്കൊണ്ട് പോയി. അടുത്ത കൊല്ലം മില്ല് അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടി. തൊഴിലാളികൾ മില്ലിന് മുൻപിൽ പന്തലുണ്ടാക്കി. അവിടെ ഇരുന്ന് കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ചു. രഘുവരന് തൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഫ്ലോറിങ്ങിനും പ്ലംബിങ്ങിനും വയറിങ്ങിനും തുടങ്ങാൻ പോലും ആയില്ല. എല്ലാറ്റിനും കൂടി ഇനിയും 12 ലക്ഷം രൂപയോളം വേണ്ടിയിരുന്നു. 2 പീടിക മുറികൾ കൂടി വിറ്റിട്ടായാലും വീട് പണി തീർക്കാൻ ജലജ അവനെ നിർബന്ധിച്ചു. പക്ഷെ അവൻ വഴങ്ങിയില്ല. കൃത്യതയുള്ള ഒരേയൊരു വരുമാന മാർഗമാണ് ആ കടകൾ. അത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ മറ്റെന്തെങ്കിലും പോംവഴി നോക്കേണ്ടി വരും. രഘുവരൻ വീട് പണി തൽക്കാലം നിർത്തിവെച്ചു. ദിനേശന് സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷയിന്മേൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോകണമെന്ന് കൗസല്യ അടക്കം വീട്ടിലുള്ള എല്ലാവരും ഗോപിനാഥനെ നിർബന്ധിച്ചു. ഗോപിനാഥന് ആഗ്രഹമില്ലാഞ്ഞല്ല, അതിനുള്ള വഴി കാണുന്നില്ല. ഹൈക്കോടതിയിൽ വക്കീലിനെ വെച്ച് കേസ് വാദിക്കണമെങ്കിൽ കൂടിയ വക്കീൽ ഫീസ് കൊടുക്കേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രാ ചെലവിന് പണമുണ്ടാക്കണം. ഗോപിനാഥന് ഒരെത്തും പിടിയും കിട്ടിയില്ല. ബ്ലേഡ് പലിശക്കാരനെ വീട് പണയപ്പെടുത്തിയാണ് സെഷൻസ് കോടതിയിൽ കേസ് നടത്താനുള്ള പണമുണ്ടാക്കിയത്. ദിനേശന് വധശിക്ഷ വിധിച്ച ദിവസം ആ വീട്ടിൽ ആരും ഉറങ്ങിയില്ല. വീട്ടിലെ ശ്മശാന മുകുതയിൽ ഇടയ്ക്കിടെ തേങ്ങലും നെടുവീർപ്പുകളും കേൾക്കാമായിരുന്നു. വീട് വിറ്റിട്ടാണെങ്കിലും അപ്പീൽ പോകണമെന്ന് കൗസല്യയും മക്കളും വാദിച്ചപ്പോൾ ഗോപിനാഥൻ വഴങ്ങി. വീടിൻ്റെ ഈടിന്മേൽ പണം കടം കൊടുത്ത അയാൾ ബ്ലേഡ് പലിശക്കാരന് തന്നെ ഗോപിനാഥൻ വീട് വിറ്റു. മുതലും പലിശയും ചേർത്ത് അങ്ങോട്ട് കൊടുക്കാനുള്ള തുക കിട്ടിക്കൊഴിച്ച ശേഷം കുറേ രൂപ ഗോപിനാഥൻ്റെ കയ്യിൽ കിട്ടി. വീട് വിറ്റുവെങ്കിലും അതേ വീട്ടിൽ തന്നെ തുടർന്നും താമസിച്ചു കൊള്ളാൻ വീട്ടുടമ സമ്മതിച്ചു. ഒരേ ഒരു വ്യവസ്ഥ മാത്രം, മാസവാടക കൃത്യമായി കൊടുക്കണം. അയാൾ ഒരു വാടകയും ആ വീടിന് നിശ്ചയിച്ചു. ഗോപിനാഥനും കുടുംബവും തങ്ങളുടെ സ്വന്തമായിരുന്ന വീട്ടിൽ വാടകക്കാരായി മാറി. കയ്യിൽ കിട്ടിയ കാശ് കൊണ്ട് ഗോപിനാഥൻ തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ഹൈക്കോടതി അത് ഫയലിൽ സ്വീകരിച്ചു. പണം ചോർന്നു പോയിക്കൊണ്ടിരുന്നു. വീട്ടുവാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം വന്നപ്പോൾ ഗോപിനാഥൻ്റെ പെൺമക്കൾ കളങ്ങളിൽ കൂലിപ്പണിക്ക് ഇറങ്ങി. 1 വർഷത്തിനുള്ളിൽ ദിനേശൻ്റെ അപ്പീലിന്മേൽ ഹൈക്കോടതിയുടെ തീർപ്പ് വന്നു. കീഴ്ക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവായി. സുപ്രിയ റൈസ് മിൽ തൊഴിൽ സമരങ്ങളും മറ്റുമായി 1 വർഷത്തോളം അടഞ്ഞുകിടന്നു. അത്രയും സമയം നോട്ടീസുകളും മറ്റുമായി അടങ്ങി നിന്ന ബാങ്കുകൾ മില്ലിന്മേൽ റവന്യൂ റിക്കവറിക്കുള്ള നടപടികൾ ആരംഭിച്ചു. ശ്രീനിവാസനും ചന്ദ്രബാബുവും കൂടി സുപ്രിയ റൈസ് മിൽ വിൽപ്പനയ്ക്കിട്ടുവെങ്കിലും വാങ്ങാൻ ആരും എത്തിയില്ല. ചന്ദ്രബാബു 1 വർഷത്തെ കാലാവധിക്കാണ് രഘുവരന് പണം കടം കൊടുത്തത്. ആ പണം തിരിച്ചു കിട്ടിയില്ല. ചോദിച്ചപ്പോഴെല്ലാം രഘുവരൻ പറഞ്ഞു, ബാവട്ടിങ്ങനെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കല്ലേ, പണമില്ലാഞ്ഞ് വീട് പണി പോലും നിർത്തിവെച്ചിരിക്കുക. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കെൻ്റെ രൂപ കിട്ടണം. എന്നെ കൊന്നാലും അതുടനെ കിട്ടില്ല. എൻ്റെ കയ്യിൽ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ നീ തറവാട്ട് കെട്ടിന്ന് മാറി താമസിക്കണം. അതെന്തിനാ? എനിക്കത് ആർക്കേലും വാടകയ്ക്ക് കൊടുക്കാമല്ലോ. വാടക ഞാൻ തന്നാലും പോരാ. നിന്നോട് വാടക ചോദിക്കാനും മേടിക്കാനും എനിക്ക് ബുദ്ധിമുട്ടാ. കിട്ടാതെ വന്നാൽ മുഷിയാൻ അതിനേക്കാൾ ബുദ്ധിമുട്ടാ. ഞാൻ എന്തിനാ കയ്യിലെ പണം ചിലവാക്കിയിട്ട് അത്രയും വിമിഷ്ടപ്പെടുന്നേ? ഓഹോ, അപ്പം ഞാൻ തറവാട്ടിൽ നിന്ന് ഇറങ്ങണം വേണം. അല്ലെങ്കിൽ എൻ്റെ പൈസ തന്നിട്ട് തിരിച്ചു കയറിക്കോ. മുതലുമില്ല പലിശയുമില്ലാത്ത അവസ്ഥ ശരിയാവില്ല. പുതിയ വീടിൻ്റെ താഴത്തെ നില താമസയോഗ്യമാക്കി അങ്ങോട്ട് താമസം മാറ്റാനായിരുന്നു രഘുവരൻ്റെ ആദ്യ പദ്ധതി. പക്ഷെ ജലജ അതിനെ എതിർത്തു. പയ്യാവൂരിലൊരു വീട് കിടപ്പില്ലേ, മരിച്ചുപോയ അമ്മയുടെ പഴയ റൈസ് മില്ല്, നമുക്ക് അതൊന്ന് പുതുക്കിയിട്ട് അങ്ങോട്ട് മാറിയാലോ. അതാവുമ്പോൾ വാടകയും കൊടുക്കണ്ട. പുതിയ വീടിൻ്റെ
ഒന്നോ രണ്ടോ മുറി ശരിയാക്കി അതിലോട്ട് കയറി താമസിക്കുന്നതല്ലേ ബുദ്ധി? രഘുവരൻ തർക്കിച്ചു നോക്കി. അങ്ങനെ താമസിച്ചു പോയാൽ പിന്നെ വീട് പണി ഉടനെ എങ്ങും തീരില്ലെന്ന ശാസ്ത്രം. പുതിയ വീടിൻ്റെ എല്ലാ പണിയും തീർത്തിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. ഒടുവിൽ ജലജയുടെ വാദം തന്നെ ജയിച്ചു. രഘുവരൻ ജാനകിയമ്മയും മാധവിയമ്മയും മീനാക്ഷിയും കൂടി താമസിച്ചിരുന്ന പയ്യാവൂരിലെ പഴയ റൈസ് മില്ലിലെത്തി. ജലജയുടെ ആഭരണങ്ങൾ പണയം വെച്ച പൈസ കൊണ്ട് അവിടെ മോടി പിടിപ്പിച്ചെടുത്തു. ഏതാണ്ട് 2 ആഴ്ചയോളം നീണ്ടുനിന്ന് പുതുക്കിപ്പണിയലും മോടിയാക്കലും. മാത്തൂര് തറവാട്ടിൽ നിന്ന് ഇറങ്ങിയ രഘുവരനും ജലജയും പയ്യാവൂരിലെ പഴയ റൈസ് മില്ലിലെത്തി താമസം തുടങ്ങി. അതിപ്പോൾ സാമാന്യം വലിപ്പവും ഭംഗിയുമുള്ള വീടായി കഴിഞ്ഞിരുന്നു. അവിടെ താമസിച്ചുകൊണ്ട് 6 മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കാമെന്നായിരുന്നു ജലജയുടെ കണക്കുകൂട്ടൽ. അവൾ ആലത്തൂരിൽ നിന്ന് അച്ഛനെ കണ്ട കുറേ പണം കടം വാങ്ങിച്ചു. അത്യാർഭാടത്തോടുകൂടി മകളുടെ കല്യാണം നടത്തിയതും തൊട്ടുപിറകെ കോടികൾ ചോർത്തിക്കളഞ്ഞ തെരഞ്ഞെടുപ്പും എല്ലാം കൂടി ചേർന്ന് ബലിക്കളം സുരേന്ദ്രനെ അല്പം ഞെരുക്കത്തിലാക്കിയിരുന്നു. അച്ഛൻ കൊടുത്ത പണം ജലജ രഘുവരനെ ഏൽപ്പിച്ചു. അതുകൊണ്ട് വീടിൻ്റെ ഫ്ലോറിംഗ് മുഴുപ്പിക്കാൻ പറ്റി. 2 പീടികമുറി കൂടി വിൽക്കാമെന്ന് ജലജ വീണ്ടും പലവട്ടം രഘുവരനെ നിർബന്ധിച്ചുവെങ്കിലും രഘുവരൻ വഴങ്ങിയില്ല. തൻ്റെ ഒരേയൊരു വരുമാന സ്രോതസ് കൂടി അടച്ച് കളയാൻ അവൻ ഒരുക്കമായിരുന്നില്ല. പണിതീർത്ത വീടിന് ചുറ്റും കളകൾ വളർന്നു. വാർക്കപ്പുറങ്ങളിൽ പായൽ വ്യാപിച്ചു. അതൊരു പ്രേതഭവനം പോലെ അനാഥമായി കിടന്നു. സുപ്രിയ റൈസ് മില്ല് വാങ്ങാൻ തയ്യാറായി. കഞ്ചിക്കോട്ട് നിന്നും കാർത്തികേയൻ എന്നൊരാൾ താല്പര്യപ്പെട്ടു വന്നപ്പോൾ ശ്രീനിവാസനോ ചന്ദ്രബാബുവിനോ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കാരണം അതിനകം പലരും വന്ന് നോക്കി വില പറഞ്ഞു പോയിക്കഴിഞ്ഞിരുന്നു. അവർ പറഞ്ഞ വിലയും മില്ലിൻ്റെ യഥാർത്ഥ മുതൽ മുടക്കും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു. കാർത്തികേയൻ മില്ലിൻ്റെ ഉൾഭാഗമെല്ലാം ചുറ്റി നടന്ന് കണ്ടു. മില്ല് വിൽക്കാനെന്താ കാരണം? അയാൾ ശ്രീനിവാസനോട് ചോദിച്ചു. ബാങ്കുകാർ റവന്യൂ റിക്കവറിക്കുള്ള നടപടി തുടങ്ങി. മില്ല് പൂട്ടാനെന്താ കാരണം? നഷ്ടം. ജാനകിയമ്മ ഉണ്ടായിരുന്ന കാലത്തെ ലാഭത്തിൽ നടന്നിരുന്ന സ്ഥാപനമല്ലേ? ശ്രീനിവാസൻ അന്തം വിട്ടു. അമ്മയെ എങ്ങനെ അറിയാം? കേട്ടിട്ടുണ്ട്. ജാനകിയമ്മ മരിച്ചിട്ടിപ്പോൾ എത്ര കൊല്ലമായി? 4 കൊല്ലം. എന്ത് വില കിട്ടണം ഈ റൈസ് മില്ലിന്? ശ്രീനിവാസൻ തെല്ല് നേരം ആലോചിച്ചു. ബാധ്യതകളും ആസ്തികളും കണക്ക് കൂട്ടി. മുമ്പ് വന്നുപോയവർ തിരിച്ചു പോയത് ഓർത്തു. എല്ലാം കണക്കിലെടുത്ത് മുമ്പ് കച്ചവടം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് ശ്രീനിവാസൻ ഒരു വില പറഞ്ഞു. എഗ്രിമെൻ്റ് ഇന്ന് എഴുതണോ അതോ നാളെയോ? ശ്രീനിവാസൻ സ്തംഭിച്ചു നിന്നു. തർക്കമില്ല, വിലപേശലില്ല, വാദപ്രതിവാദങ്ങളില്ല. നാളെ എഴുതിയാൽ പോരെ? മതി, വാക്കുമാറരുത്. ഇല്ല, മാറിയാൽ കാർത്തികേയൻ്റെ വിധം മാറും. കാർത്തികേയൻ ഒരു തൂവെള്ള മെഴ്സിഡസ് ബെൻസ് കാറിൽ മടങ്ങി. വിവരമറിഞ്ഞപ്പോൾ ചന്ദ്രബാബു പറഞ്ഞു, ശ്രീനിയേട്ടന് കുറച്ചുകൂടെ വിലകയറ്റി പറയായിരുന്നു. ഈ വിലയ്ക്ക് എന്താ കുഴപ്പം? നഷ്ടമൊന്നും വരില്ല നമുക്ക്. കൂട്ടിപ്പറഞ്ഞെങ്കിൽ കിട്ടുമായിരുന്നു. കച്ചവടം നടക്കട്ടെ എന്ന് ഞാൻ കരുതി. എത്ര പേര് വന്ന് കണ്ട് തിരിച്ചു പോയതാ. നമ്മുടെ 2 പേരുടെയും കൂടിയല്ലേ മില്ല്. ആ വിലയ്ക്ക് കൊടുക്കാൻ എനിക്ക് സമ്മതമില്ലെന്ന് പറഞ്ഞാലോ? പിന്നെ കച്ചവടം നടന്നില്ലെങ്കിലോ? അയാളുടെ മട്ടും മാതിരിയും കണ്ടിട്ട് ഒരു കശാപ്പുകാരനെ പോലെ. കയ്യിൽ അറുപതെത്തിയില്ലെന്നേ ഉള്ളൂ. അയാളുടെ നാവാണത്. എവിടുത്തുകാരനാ? കഞ്ചിക്കോട്. കൊടുത്തേക്കല്ലേ? ചന്ദ്രബാബു സമ്മതിച്ചു. പിറ്റേന്ന് കാർത്തികേയൻ വന്നു. പാലക്കാട്ടെ ആധാരമെഴുത്ത ഓഫീസിൽ വെച്ച് എഗ്രിമെൻ്റ് തയ്യാറാക്കി. എഴുതി കഴിഞ്ഞ് വെണ്ടർ അത് ഇരുകൂട്ടരെയും വായിച്ചു കേൾപ്പിച്ചു. മാത്തൂർ വീട്ടിൽ ശ്രീനിവാസൻ, ചന്ദ്രബാബു എന്നിവർ 1-ാം കക്ഷിയായും കോവൈ പുത്തൂർ രാമച്ചെട്ടിപ്പാളയം ലക്ഷ്മി നിവാസിൽ സുബയ്യ കൗണ്ടറുടെ മകൾ മുത്തുലക്ഷ്മിയുടെ മകൾ മീനാക്ഷി വാസുദേവൻ 2-ാം കക്ഷിയായും ചേർന്ന് എഴുതുന്ന അഡ്വാൻസ് ഉടമ്പടി. ശ്രീനിവാസനും ചന്ദ്രബാബുവും മുഖത്തോട് മുഖം നോക്കി സ്തംഭിച്ചിരുന്നു പോയി. വെണ്ടർ വായന തുടർന്നു. ഒടുവിൽ ശ്രീനിവാസിൻ്റെയും ചന്ദ്രബാബുവിൻ്റെയും മുന്നിൽ ഉടമ്പടി മാത്രം നിവർത്തി വെച്ച് പേന ശ്രീനിവാസൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് കാർത്തികേയൻ പറഞ്ഞു, ഒപ്പിട്. പേന വിരലുകൾക്കിടയിൽ പിടിച്ചുകൊണ്ട് ശ്രീനിവാസൻ ചന്ദ്രബാബുവിനെ നോക്കി. എന്താ ഒപ്പിടാത്തത്? കാർത്തികേയൻ ചോദിച്ചു. ആരാ ഈ മീനാക്ഷി വാസുദേവൻ? ചന്ദ്രബാബു ചോദിച്ചു. അഡ്രസ്സ് സഹിതം ഇതിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. കാർത്തികേയൻ നെറ്റി ചുളിച്ചു. മലയാളിയാണോ ഈ മീനാക്ഷി? കോവൈപുത്തൂർ എന്നൊക്കെ കണ്ടതുകൊണ്ടാണ് ചോദിക്കുന്നത്. ശ്രീനിവാസൻ പറഞ്ഞു. നിങ്ങൾക്കിത് അന്വേഷിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നിങ്ങൾ മില്ല് വിൽക്കുന്നു, ഞാൻ വാങ്ങുന്നു. ചിലപ്പോൾ എൻ്റെ മകളുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ പേരിലായിരിക്കും. അതെൻ്റെ സൗകര്യം. കാർത്തികേയൻ്റെ സ്വരം കടുത്തു. ഞങ്ങൾ ചോദിക്കുന്നതിന് കാരണമുണ്ട്. ഞങ്ങൾക്കൊരു മീനാക്ഷിയെ അറിയാം. അവളാണോ ഇവൾ എന്നൊരു സംശയം. ലോകത്ത് എന്തുമാത്രം മീനാക്ഷിമാരുണ്ടടോ? 10,000 കണക്കിന് വരും. ഞങ്ങൾ ഉദ്ദേശിച്ച മീനാക്ഷിയുടെയും പേര്
മീനാക്ഷി വാസുദേവൻ എന്ന് തന്നെയാ. ആരാണ് ഈ വാസുദേവൻ? അത് അവളുടെ അച്ഛനായിരുന്നു. അച്ഛൻ്റെ പേര് മാത്രമേ സ്ത്രീകളുടെ പേരിൻ്റെ കൂടെ ചേർക്കാറുള്ളൂ. നിങ്ങളുടെ ഭാര്യയുടെ മുഴുവൻ പേരെന്താണ്? കാർത്തികേയൻ ശ്രീനിവാസനെ നോക്കി. കൃഷ്ണകുമാരി ശ്രീനിവാസ്. കാർത്തികേയൻ ഒന്ന് ചിരിച്ചു. മിസ്റ്റർ ശ്രീനിവാസ് ഉദ്ദേശിക്കുന്ന മീനാക്ഷി കോവൈപ്പുത്തൂർ സ്വദേശിയാണോ? അല്ല, എന്നാലും ആ പേര് കേട്ടപ്പോൾ നമുക്കിപ്പോൾ ആരായാലും എന്താ, മില്ല് വിൽക്കുക, പണം വാങ്ങുക. അത് ശരിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മീനാക്ഷി തന്നെ ആയിരിക്കോട്ടെ. എന്താ കുഴപ്പം? കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ മീനാക്ഷിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ശ്രീനിവാസൻ പൂർത്തിയാക്കാതെ നിർത്തി. ഒന്ന് ചോദിച്ചോട്ടെ കാർത്തികേയൻ? ചന്ദ്രബാബു ഇടയ്ക്ക് കയറി. നിങ്ങളീ പറയുന്ന മീനാക്ഷിയുടെ ആരാ? മാനേജർ. മീനാക്ഷി അത്ര വലിയ പണക്കാരിയാണോ? കാർത്തികേയൻ ചിരിച്ചു. നിങ്ങളുടെ റൈസ് മില്ല് വാങ്ങിയാൽ അത് നടത്തിക്കൊണ്ടു പോകാനുള്ള ശേഷിയില്ലെന്നാണോ സംശയം? ഉണ്ട്. അല്പം നഷ്ടം വന്നാലും ഭംഗിയായിട്ട് തന്നെ നടത്തും. എഗ്രിമെൻ്റ് സൈൻ ചെയ്യൂ, എനിക്ക് വേറെ ജോലിയുണ്ട്. സംശയം തീരാതെയാണെങ്കിലും ശ്രീനിവാസൻ ഒപ്പിട്ടു. തുടർന്ന് ചന്ദ്രബാബു ഒപ്പിട്ടു. കാർത്തികേയൻ കൂടെ കൊണ്ടുവന്നിരുന്ന സാക്ഷികളെ വിളിച്ചു. അവർ പുറത്തു നിൽക്കുകയായിരുന്നു. അവരും ഒപ്പിട്ടു. അപ്പോൾ തന്നെ എഗ്രിമെൻറ്റിൻ്റെ ഫോട്ടോ കോപ്പി എടുപ്പിച്ച് ഫോട്ടോസ്റ്റാറ്റ് ശ്രീനിവാസനും ചന്ദ്രബാബുവിനും നൽകി. ഒറിജിനൽ കാർത്തികേയൻ കൈവശം വെച്ചു. ബാഗിൽ കരുതിക്കൊണ്ട് വന്നിരുന്ന 1000ൻ്റെ നോട്ടുകൾ പെറുക്കി അയാൾ മേശപ്പുറത്ത് വെച്ചു. എണ്ണി നോക്കി ബോധ്യപ്പെട്ട് എടുക്കുക. ചന്ദ്രബാബു 2 നോട്ടുകളിലെയും കറൻസികൾ എണ്ണി. 2 പിന്നെ കെട്ടുകളും. 10 ലക്ഷം രൂപ അഡ്വാൻസ്. അപ്പോൾ ഞാൻ ഇറങ്ങുന്നു, കാർത്തികേയൻ പറഞ്ഞു. ശ്രീനിവാസൻ തലയാട്ടി. വെളുത്ത മെഴ്സിഡൻസ് ബെൻസിൽ കയറി കാർത്തികേയനും കൂട്ടരും യാത്രയായി. ശ്രീനിവാസനും ചന്ദ്രബാബുവും വന്ന് തങ്ങളുടെ കാറിൽ കയറിയിരുന്നു. ശ്രീനിവാസൻ്റെ മുഖത്തെ വല്ലായ്മ കണ്ട് ചന്ദ്രബാബു ചോദിച്ചു, എന്തു പറ്റി ശ്രീനിയേട്ടാ? ആ മില്ല് കയ്യിൽ നിന്ന് പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു തകർച്ച വന്നതുപോലെ. അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ട അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത്. വിൽക്കാൻ നമുക്ക് എളുപ്പത്തിൽ കഴിഞ്ഞു. അത്ര ഈസി ആയിട്ടൊന്നും അല്ലല്ലോ. വിൽക്കാനും കുറേ ബുദ്ധിമുട്ടിയില്ലേ? ചന്ദ്രബാബു തമാശമട്ടിൽ പറഞ്ഞു. നമുക്കത് നിലനിർത്താൻ സാധിച്ചില്ല. അത് നമ്മുടെ പരാജയം തന്നെയാണ്. എനിക്കതല്ല ശ്രീനിയേട്ടാ ദഹിക്കാതെ കിടക്കുന്നത്. ആ മീനാക്ഷി വാസുദേവൻ എന്നുള്ള പേരാണ്. അത് അവളായിക്കൊള്ളണമെന്നില്ല. എനിക്ക് സംശയമാണ്. ഒന്നുമില്ലാതെ കിടന്നവൾക്ക് ഇത്ര വലിയൊരു പണക്കാരിയാകാൻ സാധിക്കുമോ? അന്വേഷിക്കണം. ചെപ്പിലോട്ട വീട്ടിൽ നിന്ന് മീനാക്ഷി അവളുടെ അമ്മയുടെ വകയിലുള്ള ബന്ധുക്കൾ ആരോ വന്ന് കൂട്ടിക്കൊണ്ടു പോയെന്നാണ് നമ്മളോടൊടുവിൽ കേട്ടത്. ഇപ്പം 4 വർഷമാകുന്നു. ആ ബാധ കൊല്ലങ്കോട്ടുനിന്ന് ഒഴിഞ്ഞുപോയി എന്ന് സമാധാനിച്ചതല്ലാതെ നമ്മൾ അതേപ്പറ്റി കൂടുതലൊന്നും അന്വേഷിച്ചില്ല എന്നുള്ളതല്ലേ സത്യം. ആരാണ് കൊണ്ടുപോയത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നൊക്കെ നമ്മളൊന്ന് തിരക്കേണ്ടതായിരുന്നു. ഇപ്പോഴെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? നമ്മൾ അറിയണ്ടേ അത് അവൾ തന്നെയാണോന്ന്? ഞാൻ നോക്കിയിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല. കാർത്തികേയൻ പറഞ്ഞ പോലെ മീനാക്ഷി വാസുദേവൻ ലോകത്തിന് എത്ര വേണമെങ്കിലും ഉണ്ടാവൂലോ. കോയമ്പത്തൂരിനടുത്താണിത്. അവിടുന്ന് ഒരാൾ ഇവിടെ വന്ന് നമ്മുടെ റൈസ് മില്ല് വാങ്ങണമെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ? കാരണം എന്താ? അവർക്കൊരു റൈസ് മില്ല് വേണം. വിൽക്കാനുണ്ടെന്ന് നമ്മൾ പത്രപരസ്യം ചെയ്തിരുന്നല്ലോ. ആരെങ്കിലും വാങ്ങിയല്ലേ തീരൂ. അതൊരു മീനാക്ഷി വാസുദേവനായെന്ന് മാത്രം. ഞാൻ എന്തായാലും അന്വേഷിക്കുന്നുണ്ട്, ചന്ദ്രബാബു പറഞ്ഞു. ഇവിടുന്ന് പോയ മീനാക്ഷിയാകാൻ യാതൊരു സാധ്യതയുമില്ല. എത്രയൊക്കെ ശ്രമിച്ചാലും കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കാൻ അവൾക്ക് സാധിക്കുമോ? ഇല്ലെങ്കിൽ കള്ളനോട്ടടിക്കണം. അവളുടെ അമ്മയുടെ ബന്ധുക്കൾ ആസ്തിയുള്ളവരാണെങ്കിലോ അവർക്കും അതിലൊരു ഷെയർ കാണില്ലേ? ചന്ദ്രബാബു തർക്കിച്ചു. അയാൾ പിറ്റേന്ന് തന്നെ റൈസ് മില്ലിൻ്റെ മാനേജറായിരുന്ന മുകുന്ദനെയും കൂട്ടി അന്വേഷണം ആരംഭിച്ചു. അവർക്ക് ചെപ്പലോട്ട് നിന്നും കിട്ടിയ വിവരങ്ങൾ ചിന്താക്കുഴപ്പം ഉണ്ടാക്കാൻ പോകുന്നവയായിരുന്നു. ചെപ്പിലോട്ട് ചന്ദ്രികയുടെ വീട്ടിൽ മീനാക്ഷി 1 വർഷം തികച്ച് താമസിച്ചിട്ടില്ല. അപ്പോഴേക്കും ബന്ധുക്കൾ വന്ന് അവളെ കൊണ്ടുപോയി. കോവൈപ്പുത്തൂരിൽ നിന്നാണ് ബന്ധുക്കൾ വന്നത്. ആരൊക്കെയാണ് വന്നതെന്ന് കൃത്യമായ വിവരമില്ല. ഈ വിവരങ്ങൾ തന്നെ മാത്തൂർ വീട്ടിൽ അസ്വസ്ഥതയുളവാക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്രീനിയേട്ടാ, എനിക്കൊരു സംശയമുണ്ടെന്ന്. മീനാക്ഷിയെ അവളുടെ ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ടു പോയത് കോവൈപ്പുത്തൂരിലേക്ക്. നമ്മുടെ മില്ല് വാങ്ങുന്നത് കോവൈപ്പുത്തൂരിൽ നിന്നുള്ള ഒരു മീനാക്ഷി വാസുദേവൻ. ഇവ രണ്ടും കൂടി ഒന്ന് കൂട്ടി വായിച്ച് നോക്കിക്കേ. ശ്രീനിവാസൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു.
നീ പറഞ്ഞത് ശരിയാണ്. സംശയത്തിനുള്ള വക കാണുന്നുണ്ട്. ഒരു പക്ഷേ കോവൈപ്പുത്തൂരിൽ നിന്നുള്ള മറ്റേതെങ്കിലും കോവൈപ്പുത്തൂരിലുള്ള മീനാക്ഷി വാസുദേവൻ്റെ അഡ്രസ്സ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. ഒന്ന് അന്വേഷിച്ച് നോക്കാം. ചന്ദ്രബാബു അന്വേഷണം ഉടനടി കോവൈപ്പുത്തൂരിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. കോവൈപ്പുത്തൂരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മാത്തൂർ കുടുംബത്തെ ഞെട്ടിക്കാൻ പോകുന്നതായിരുന്നു. മീനാക്ഷിയുടെ അമ്മ മുത്തുലക്ഷ്മിയുടെ അച്ഛൻ സുബ്ബയ്യ ഗൗണ്ടറാണ് മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടുപോയത്. ഗൗണ്ടറുടെ ഏക മകനും കുടുംബവും കാർ ആക്സിഡൻറ്റിൽ മരിച്ചതോടെ വീടും ആസ്തികളും അന്യം നിന്ന് പോവുക എന്ന നില വന്നു. മീനാക്ഷിയെ കണ്ടുപിടിച്ചതോടെ സുബ്ബയ്യ ഗൗണ്ടർക്ക് പുതിയൊരു ഉണർവായി. ഇയാളുടെ സകല സ്വത്തുക്കൾക്കും അവളായി അവകാശി. പക്ഷേ സുബ്ബയ്യ ഗൗണ്ടറിൻ്റെ രണ്ടാം ഭാര്യ ചിത്രാദേവിയും അവരുടെ ബന്ധുക്കളും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. സ്വത്തിനെ സംബന്ധിച്ച കേസുകളുടെ പരമ്പര തന്നെ ഉണ്ടായി. ചിത്രാദേവിയുടെ പക്ഷത്തായിരുന്നു ആൾബലവും അധികാര കേന്ദ്രങ്ങളും. ഗൗണ്ടറുടെയും മീനാക്ഷിയുടെയും ജീവന് നേർക്ക് തന്നെ പല ഭീഷണികളും ഉണ്ടായി. മീനാക്ഷിക്കെതിരെ 2 തവണ വധശ്രമങ്ങളും നടന്നു. സുബ്ബയ്യ ഗൗണ്ടർ മീനാക്ഷിയെയും കൂട്ടി ഗോവയിലേക്ക് താമസം മാറ്റി. വിശ്വസ്തരായ ചില അംഗരക്ഷകരും ഉണ്ടായിരുന്നു അവരുടെ തുണയ്ക്ക്. 1 വർഷക്കാലം അവർ പൂനെയിലും താമസിക്കുകയുണ്ടായി. സ്വത്ത് തർക്കം സംബന്ധിച്ച കേസുകൾ ഭൂരിഭാഗവും സുബ്ബയ്യ ഗൗണ്ടർക്ക് അനുകൂലമായ വിധികളിൽ അവസാനിച്ചു. സ്വത്തുക്കളിന്മേലുള്ള അവകാശം സ്ഥാപിച്ചെടുക്കുക അസാധ്യമാണെന്ന് ബോധ്യമായതോടെ ചിത്രാദേവിയുടെ പക്ഷം ക്രമേണ ദുർബലമായി. അവരുടെ ആൾബലവും ചിതറിപ്പോയി. ഈ സംഭവങ്ങൾക്കിടയിൽ സുബ്ബയ്യ ഗൗണ്ടർ ശയ്യാവലംബിയായി. വാർദ്ധക്യസഹജമായ നാനാതരം അസുഖങ്ങൾ അയാളെ അലട്ടുന്നുണ്ടായിരുന്നു. അസുഖം മൂർച്ഛിച്ച നിലയിലാണ് ഗോവയിൽ നിന്നും അയാളെ കോവൈപ്പുത്തൂരിലേക്ക് തിരികെ കൊണ്ടുവന്നത്. തുടർന്ന് കുടുംബത്തിൻ്റെയും സ്വത്തുകാര്യങ്ങളുടെയും നടത്തിപ്പിൻ്റെ ചുമതല മീനാക്ഷി ഏറ്റെടുത്തു. ഭരണത്തിൻ്റെ താക്കോൽ ഗൗണ്ടറിൽ നിന്നും അവൾ ഏറ്റുവാങ്ങി. കുടുംബ സ്വത്തുക്കളുടെ നടത്തിപ്പ് ചുമതലയോടൊപ്പം തന്നെ സുബ്ബയ്യ ഗൗണ്ടറെ അയാൾ മരിക്കുവോളം ശുശ്രൂഷിക്കുന്ന ജോലി കൂടി മീനാക്ഷി സ്വയം ഏറ്റെടുത്തിരുന്നു. ചിത്രാദേവിയുടെ ആളുകൾ അങ്ങിങ്ങും ചില എതിർപ്പുകളുമായി അവളെ ശല്യപ്പെടുത്തിയെങ്കിലും ഗൗണ്ടറുടെ തന്നെ വിശ്വസ്തരായ അംഗരക്ഷകരുടെ സഹായത്തോടെ അവൾ അതെല്ലാം അമർച്ച ചെയ്തു. 1 വർഷത്തോളം രോഗാർത്തനും ശയ്യാവലംബിയുമായി കിടന്ന ശേഷം സുബ്ബയ്യ ഗൗണ്ടർ 3 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചു. തൻ്റെ കുടുംബവും സ്വത്തുക്കളും നോക്കി നടത്താൻ പ്രാപ്തിയുള്ള ഒരു പിന്തുടർച്ചക്കാരിയെ തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കണ്ടെടുത്ത ചാരിതാർത്ഥ്യത്തോടെയായിരുന്നു സുബ്ബയ്യ ഗൗണ്ടറുടെ മരണം. മീനാക്ഷി കോവൈപ്പുത്തൂരിൽ രാമചെട്ടിപ്പാളയത്തുള്ള വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. ഇത്രയുമായിരുന്നു കോവൈപ്പുത്തൂരിൽ നിന്നും ചന്ദ്രബാബു ശേഖരിച്ച വിവരങ്ങൾ. ശ്രീനിവാസിൻ്റെ ഇരിപ്പുമുറിയിൽ വെച്ചാണ് മുകുന്ദനും ചന്ദ്രബാബുവും കൂടി കാര്യങ്ങൾ വിശദീകരിച്ചത്. കുടുംബാംഗങ്ങളെല്ലാം അവിടെ ഒത്തുകൂടിയിരുന്നു. നോവൽ തുടരും.